പവർ പ്ലാന്റ് എഞ്ചിനീയറിങ്ങിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മൊഡ്യൂൾ 1 ടോപ്പിക്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെ സിലബസ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ആദ്യം ഇതിൽ കാണുന്ന ഫസ്റ്റ് 2 ടോപ്പിക്സ് അപ്പോൾ നമ്മൾ ജസ്റ്റ് നോക്കിപ്പോയിണ്ടായിരിക്കുക. ഇൻട്രൊഡക്ഷൻ ടു പവർ പ്ലാന്റ്സും അതുപോലെ തന്നെ തെർമൽ പവർ പ്ലാന്റും അതുപോലെ തന്നെ സ്റ്റീം ടർബൈൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരിക്കാം തെർമൽ പവർ പ്ലാന്റിനെ കുറിച്ചായിരിക്കും. നമുക്കതിൻ്റെ വർക്കിംഗ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും. നമുക്കിനി അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരുന്ന ബാക്കി ടോപ്പിക്സ് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി അതിൽ പ്രധാനപ്പെട്ട 2 പ്രോസസ്സുകൾ വരുന്നുണ്ട്. നമ്മുടെ പ്ലാന്റിൻ്റെ എഫിഷ്യൻസി ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി ചെയ്യുന്ന 2 പ്രോസസ്സുകളാണ്. ഒന്നാണ് റീഹീറ്റിംഗ് ഓഫ് സ്റ്റീമും. ഓക്കെ, റീഹീറ്റിംഗ് ഓഫ് സ്റ്റീമും അതുപോലെ തന്നെ രണ്ടാമത്തൊരു പ്രോസസ്സാണ് റീജനറേഷൻ ഓഫ് സ്റ്റീം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് റീഹീറ്റിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ നേരത്തെ തെർമൽ പവർ പ്ലാന്റിൻ്റെ ഡയഗ്രം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് നേരത്തെ ഓർമ്മ ഉണ്ടായിരിക്കും, നമുക്കറിയാം അതിലൊരു ബോയിലറുണ്ട്. ബോയിലർ നമുക്കറിയാം നേരെ ടർബൈനിലേക്കായിരിക്കും സ്റ്റീം പോകുന്നുണ്ടായിരിക്കുക. പിന്നെ ടർബൈൻ നേരെ കണ്ടൻസറിലേക്ക് പോകും. പിന്നെ കണ്ടൻസർ നേരെ പമ്പ് എന്ത് ചെയ്യും, കണ്ടൻസ് ചെയ്യുന്ന വാട്ടർ വീണ്ടും ബോയിലറിലേക്ക് തന്നെ സപ്ലൈ ചെയ്യും. പിന്നെ ബോയിലറിൽ നമുക്കറിയാം അവിടെ ഹീറ്റ് കൊടുക്കാനുള്ള ഫ്യൂവൽ സപ്ലൈ ഉണ്ടാകും, എയർ സപ്ലൈ ഉണ്ടായിരിക്കും. ഇതായിരുന്നു ഒരു ബേസിക്കായിട്ട് ഒരു തെർമൽ പവർ പ്ലാന്റിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ തെർമൽ പവർ പ്ലാന്റിൽ തന്നെ നമ്മൾ അഡീഷണലായിട്ട് നമ്മൾ ടർബൈൻ്റെ വർക്ക് ഇൻക്രീസ് ചെയ്യിക്കാൻ ആവശ്യമായിട്ട് അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മളിവിടെ 2 ടർബൈൻസ് നമ്മൾ യൂസ് ചെയ്യണം. നിങ്ങൾക്കിവിടെ കാണുന്നുണ്ടായിരിക്കും, ഇതൊരു ടർബൈനാണ്, ഇത് രണ്ടാമതൊരു ടർബൈനാണ്. അപ്പോൾ അവിടെ HP ടർബൈനും അതുപോലെ തന്നെ LP ടർബൈനും കൊടുത്തിട്ട്, അതായത് HP എന്ന് പറഞ്ഞാൽ ഹൈ പ്രഷർ ടർബൈനും രണ്ടാമത്തെ ലോ പ്രഷർ ടർബൈനാണ്. അതുപോലെ ഈ 2 ടർബൈൻ്റെയും ഷാഫ്റ്റുകൾ തമ്മിൽ പരസ്പരം കപ്പിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഒരു ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും 2 ടർബൈൻ ഒരേ സമയത്ത് റൊട്ടേറ്റ് ചെയ്യും, അല്ലെങ്കിൽ വർക്കിംഗ് കണ്ടീഷനിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ റീഹീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും ശ്രദ്ധിക്കുക. ഇവിടെ എന്താ സംഭവിക്കുന്നത്, നമ്മൾ നേരത്തെ പഠിച്ച പോലെ ബോയിലർ വെച്ച് നമുക്കറിയാം വാട്ടറിനെ ഹീറ്റ് ചെയ്യും, വാട്ടറിനെ ബോയിൽ ചെയ്യും. ഓക്കെ, നമ്മൾ താഴെ വാട്ടർ ഉണ്ടായിരിക്കും, ആ വാട്ടർ ഹീറ്റ് ചെയ്യുമ്പോൾ വാട്ടർ ബോയിലാവും, വാട്ടർ ബോയിലായിട്ട് വാട്ടർ സ്റ്റീമായിട്ട് കൺവേർട്ട് ആവും. ആ ഹൈ പ്രഷർ സ്റ്റീം ഫസ്റ്റ് പാസ് ചെയ്യുന്നത് ഈ കാണുന്ന ഹൈ പ്രഷർ ടർബൈനകത്തേക്കാണ്. നമുക്കറിയാം ടർബൈനകത്തേക്ക് സ്റ്റീം എൻ്റർ ചെയ്യുമ്പോൾ ടർബൈന് എന്ത് ചെയ്യും, സ്റ്റീം റൊട്ടേറ്റ് ചെയ്യിക്കും. അപ്പോൾ എന്തായിരിക്കും, ഈ ഷാഫ്റ്റ് ലോ പ്രഷർ ടർബൈനുമായിട്ട് കപ്പിൾ ചെയ്തിട്ടുണ്ടാകുമ്പോൾ ലോ പ്രഷർ ടർബൈൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. ഇനി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഈ ടർബൈനിലെ സ്റ്റീം നേരെ അല്ലേ ലോ പ്രഷർ സ്റ്റീം നേരെ ഇങ്ങോട്ട് പോകും, കണ്ടൻസറിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ കേസിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടർബൈനിന്ന് എക്സോസ്റ്റ് ചെയ്യുന്ന ലോ പ്രഷർ സ്റ്റീം എന്ത് ചെയ്യണം, നമ്മൾ വീണ്ടും ബോയിലറിനകത്തേക്ക് തന്നെ പാസ് ചെയ്യിക്കണം. ഇത് ഒരു കോയിൽ പൈപ്പ് വഴി എന്ത് ചെയ്യണം, നമ്മൾ ബോയിലറിൻ്റെ അകത്തേക്ക് തന്നെ വീണ്ടും എൻ്റർ അയക്കുകയാണ്. അകത്തേക്ക് എൻ്റർ അയക്കുക എന്ന് പറയുമ്പോൾ പൈപ്പിനകത്ത് കൂടെയാണ് എൻ്റർ അയക്കുന്നത്. എന്ത് ചെയ്യുന്നില്ല, ബോയിലറിൻ്റെ അകത്തേക്ക് കോൺടാക്റ്റ് വരുന്നില്ല, പൈപ്പിൻ്റെ അകത്ത് കൂടെയാണ് സ്റ്റീം പോകുന്നുണ്ടായിരിക്കുക. ഇവിടെ സംഭവിക്കുക എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റീം ബോയിലറിൻ്റെ അകത്തേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ബോയിലർ ഓൾറെഡി വർക്കിങ്ങിലാണ് അല്ലേ, ബോയിലറിൽ ഹീറ്റ് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ബോയിലർ ഓൾറെഡി സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ആ സ്റ്റീമിൻ്റെ അല്ലെങ്കിൽ ഇതിനകത്തുള്ള ഹീറ്റ് എനർജി ഉപയോഗിച്ച് എന്ത് ചെയ്യണം, ഇവിടെ നിന്നുള്ള സ്റ്റീം വീണ്ടും എന്ത് ചെയ്യാണ്, ഹീറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഈ എക്സോസ്റ്റ് ചെയ്യുന്ന ലോ പ്രഷർ സ്റ്റീം എന്ത് ചെയ്യണം, വീണ്ടും ഹീറ്റ് ചെയ്യുകയാണ്. എന്ത് ചെയ്യും, ആ സ്റ്റീം വീണ്ടും എങ്ങോട്ട് പാസ് ചെയ്യുന്നു, അടുത്ത ടർബൈനിലേക്ക് പാസ് ചെയ്യിക്കുന്നു. ഓക്കെ, ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ വീണ്ടും എന്താണ്, ടർബൈൻ്റെ വർക്ക് ഈ ടർബൈനിലേക്ക് എന്ത് ചെയ്യണം, വീണ്ടും സ്റ്റീം എൻ്റർ ആകുമ്പോൾ ഈ ടർബൈൻ എന്ത് ചെയ്യണം, സ്റ്റീം റൊട്ടേറ്റ് ചെയ്യിക്കും അല്ലെങ്കിൽ പവർ പ്രൊഡ്യൂസ് ചെയ്യും. ഇതിനർത്ഥം ഒരേ സമയം എന്ത് ചെയ്യണം, 2 ടർബൈനിലാണ് പവർ ജനറേഷൻ സംഭവിക്കുന്നത്. എന്ത് ചെയ്യുന്നില്ല, നമ്മൾ അഡീഷണലായിട്ട് വേറെ എനർജി ഒന്നും സപ്ലൈ ചെയ്യുന്നില്ല. പക്ഷേ ടർബൈൻ്റെ വർക്ക് എന്ത് ചെയ്യണം, ടർബൈൻ്റെ വർക്ക് നമുക്ക് ഇൻക്രീസ് ചെയ്യിക്കാൻ പറ്റണം. എങ്ങനെ, ഫസ്റ്റ് ടർബൈനിലെ സ്റ്റീം നമ്മൾ വീണ്ടും റീഹീറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാണ്, അടുത്ത ടർബൈനിലേക്ക് നമ്മൾ പാസ് ചെയ്യുന്ന സമയത്ത് ഈ ടർബൈൻ വീണ്ടും എന്ത് ചെയ്യും, പവർ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ ടർബൈൻ്റെ വർക്കാണ് ഇൻക്രീസ് ചെയ്യുന്നത് വിത്തൗട്ട് എഫക്റ്റിംഗ് എനി അതർ മീഡിയ. അതായത് വേറൊരു അഡീഷണൽ സപ്ലൈയും അല്ലെങ്കിൽ അഡീഷണൽ എനർജിയും ഇൻപുട്ടായിട്ട് കൊടുക്കാണ്ട് തന്നെ എന്ത് ചെയ്യാണ്, നമ്മളവിടെ ടർബൈൻ്റെ വർക്ക് ഇൻക്രീസ് ചെയ്യിക്കുകയാണ്. ഓക്കെ, പിന്നെ നമുക്കറിയാം സാധാരണ പോലെ തന്നെ ടർബൈന് ഈ ലോ പ്രഷർ ടർബൈൻ എന്ത് ചെയ്യും, നേരെ കണ്ടൻസറിലേക്ക് സ്റ്റീം എക്സോസ്റ്റ് ചെയ്യും.
അടച്ചെന്ത് ചെയ്യും, സ്റ്റീമിന് കണ്ടൻസ് ചെയ്യും. നമുക്കറിയാം ഇവിടുന്ന് ഇങ്ങോട്ട് കൂളിംഗ് ടവറിൻ്റെ കണക്ഷൻ ഉണ്ടായിരിക്കും ഇല്ലേ. കൂളിംഗ് ടവറിന് വാട്ടർ സപ്ലൈ ഉണ്ടായിരിക്കും, കോൾഡ് വാട്ടർ സപ്ലൈ ചെയ്യും. ഇപ്പോൾ സ്റ്റീമിന് കണ്ടൻസ് ചെയ്ത് വാട്ടറാക്കി മാറ്റും. ആ വാട്ടറിനെ ഈ ഫീഡ് പമ്പ് എന്ത് ചെയ്യും, വീണ്ടും ബോയിലറിൽ സപ്ലൈ ചെയ്യും. ആ ഒരു പ്രോസസ്സ് അങ്ങനെ സൈക്ലിക്കായിട്ട് നടക്കും. ഇതാണ് നമ്മുടെ റീഹീറ്റിംഗ് ഓഫ് സ്റ്റീം എന്ന് പറയുന്ന പ്രോസസ്സ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാനുണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് ആ റീഹീറ്റിങ്ങിൻ്റെ പോയിൻറ്റ്സ്, ഞാൻ പറഞ്ഞിരിക്കുന്ന പോയിൻറ്റ്സ് ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന പോയിൻറ്റ്സ് ഇവിടെ കൊടുത്തിട്ട് നമ്മൾ ഇത് വായിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകൂടി വ്യക്തമാവുന്നതാണ്. ഓക്കെ, ഓക്കെ. ഇപ്പോൾ റീഹീറ്റിങ്ങിൻ്റെ വേറൊരു ഡയഗ്രാം, സെയിം ഡയഗ്രാം തന്നെയാണ്, ചെറിയ ഡിസൈനിങ്ങിൽ ചെറിയ വ്യത്യാസമുണ്ട്. സെയിം പ്രോസസ്സിനാണ് നടക്കുന്നത്, നോക്കിയാൽ മനസ്സിലാവും. നമുക്കറിയാം ഇത് ബോയിലറാണ്. ബോയിലറിൽ നിന്ന് ഫസ്റ്റ് സ്റ്റീം ടർബൈനിൽ, ഹൈ പ്രഷർ ടർബൈനിലേക്ക് പോകുന്നു അല്ലേ. ഫസ്റ്റ് ഹൈ പ്രഷർ ടർബൈനിലേക്ക് പോകുന്നു. അതിന് എക്സോസ്റ്റ് സ്റ്റീമിന് വീണ്ടും ബോയിലറിലൂടെ തന്നെ പാസ് ചെയ്യിക്കും. വീണ്ടും അടുത്ത ലോ പ്രഷർ ടർബൈനിലേക്ക് പാസ് ചെയ്യിക്കും. അതിന് എക്സോസ്റ്റ് നേരെ കണ്ടൻസ് ചെയ്ത വാട്ടർ വീണ്ടും പമ്പ് ഉപയോഗിച്ച് ബോയിലറൊക്കെ സപ്ലൈ ചെയ്യും. ഓക്കെ, വേണമെങ്കിൽ ഒന്നുകിൽ ഈ ഡയഗ്രോ അല്ലെങ്കിൽ ഈ ഡയഗ്രോ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, അതുപോലെ രണ്ടാമത്തെ ഒരു പ്രോസസ്സാണ് റീജനറേഷൻ എന്ന് പറയുന്നത്. നമ്മൾ സ്റ്റീം പവർ പ്ലാന്റിൽ അഥവാ തെർമൽ പവർ പ്ലാന്റ് ചെയ്യുന്നൊരു പ്രോസസ്സാണ് റീജനറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പഠിച്ച ഡയഗ്രാം തന്നെയാണ്. നമുക്കറിയാം ബോയിലറിൽ നിന്ന് ടർബൈൻ ഉണ്ടായിരിക്കും. ടർബൈൻ പുറത്തേക്ക് പോകുന്ന കണ്ടൻസറിൽ നിന്ന് വാട്ടറായിട്ട് കൺവേർട്ടും അത് പമ്പ് വെച്ച് നമ്മൾ നേരെ വീണ്ടും ബോയിലറിലേക്ക് തന്നെ സപ്ലൈ ചെയ്യും. ഓക്കെ, സെയിം സൈക്കിൾ പ്രോസസ്സ് തന്നെയാണ്. പക്ഷേ ഇവിടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ഒരു ടർബൈൻ ഉണ്ട് അല്ലേ. ഈ ടർബൈൻ നമ്മൾ എന്ത് ചെയ്യണം, ഇടയ്ക്ക് വെച്ച് ഇൻ്റർമീഡിയറ്റ് ആയിട്ട് നമ്മൾ വേറൊരു ബൈപ്പാസ് അല്ലേ, ഇവിടെ നമ്മൾ ജസ്റ്റ് ബൈപ്പാസ് ചെയ്യിക്കണം. അതായത് ഈ ടർബൈനിൽ നിന്ന് സ്റ്റീം എന്ത് ചെയ്യണം, ഹൈ പ്രഷർ സ്റ്റീം അല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചറുള്ള സ്റ്റീം നമ്മൾ മറ്റൊരു റീജനറേറ്ററിലേക്ക്, അഥവാ അതിൻ്റെ വേറെ പേര് നമുക്ക് ഫീഡ് വാട്ടർ ഹീറ്റർ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ വേണമെങ്കിൽ ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് വിളിക്കാം. നമ്മൾ ആ ഭാഗത്തേക്ക് എന്ത് ചെയ്യണം, ഈ ഒരു സ്റ്റീമിനെ നമ്മൾ സപ്ലൈ ചെയ്യിക്കുകയാണ്. അപ്പോൾ എന്തിനങ്ങനെ ചെയ്യുന്നു വെച്ചാൽ നമുക്കറിയാം സാധാരണ പോലെ ബോയിലറിൽ സ്റ്റീം ഉണ്ടാവും. സ്റ്റീം ടർബൈനെ റൊട്ടേറ്റ് ചെയ്യിക്കും. ടർബൈൻ എക്സോസ്റ്റ് ചെയ്യുന്ന കണ്ടൻസറിലേക്ക് പോകും. കണ്ടൻസ് ചെയ്ത് വാട്ടറാക്കി മാറ്റും. ആ വാട്ടർ നമ്മൾ പമ്പ് വെച്ച് വീണ്ടും ബോയിലറാക്കി സപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്കറിയാം ബോയിലറിൻ്റെ ഫങ്ഷൻ എന്താണ്. ബോയിലറിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ വാട്ടറിനെ ചൂടാക്കി സ്റ്റീമാക്കി മാറ്റുക അല്ലേ. ഇവിടെ ഈ ഒരു റീജനറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ബോയിലറിൻ്റെ വർക്ക് കുറയ്ക്കുകയാണ്. ഓക്കെ, ബോയിലറിൻ്റെ വർക്ക് എങ്ങനെ കുറയ്ക്കാൻ പറ്റുക, ബോയിലറിൻ്റെ വർക്കിനെ കുറയ്ക്കുകയാണ്. ബോയിലറിൻ്റെ വർക്ക് കുറയ്ക്കുക പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും, ബോയിലറിൻ്റെ വർക്ക് എന്താണ്, വെള്ളത്തിനെ ചൂടാക്കിയിട്ട് സ്റ്റീമാക്കി മാറ്റുക. ബോയിലറിൻ്റെ വർക്ക് കുറയ്ക്കുക പറഞ്ഞാൽ ഈ ചൂടാക്കിയിട്ട് സ്റ്റീമാക്കി മാറ്റുന്ന സമയത്ത് നമുക്കറിയാം ബോയിലറൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, ഫ്യൂവൽ സപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഫ്യൂവൽ കത്തിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഹീറ്റ് എനർജി കൊടുക്കുന്നത്. അതിൻ്റെ അർത്ഥം ബോയിലറിൻ്റെ വർക്ക് കുറയ്ക്കുക പറഞ്ഞാൽ ശരിക്കും ഫ്യൂവലിൻ്റെ സപ്ലൈ കുറയ്ക്കുകയാണ് അല്ലേ, അല്ലെങ്കിൽ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന ഫ്യൂവലിൻ്റെ അളവ് കുറയ്ക്കുകയാണ് ബോയിലറിൻ്റെ വർക്ക് കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഫ്യൂവലിൻ്റെ അളവ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, നമ്മുടെ ആവശ്യം ചൂടുള്ള വെള്ളമാണ് അല്ലേ. ചൂടുള്ള വെള്ളം ചൂടാക്കി അവസാനം സ്റ്റീമായി മാറും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഓൾറെഡി ഹീറ്റായിട്ടുള്ള വാട്ടർ അല്ലെങ്കിൽ ഓൾറെഡി ഹോട്ട് വാട്ടർ നമ്മൾ ബോയിലറിലേക്ക് സപ്ലൈ ചെയ്യുകയാണെങ്കിൽ പിന്നെ എന്ത് ചെയ്താൽ മതി അല്ലേ, പിന്നെ കുറച്ച് ഹീറ്റ് മതി അതിനെ സ്റ്റീമാക്കി മാറ്റാനായിട്ട് അല്ലേ. നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം, ഒരു റൂം ടെമ്പറേച്ചറിൽ ഒരു 24 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടറിനെ നമ്മൾ 100 ഡിഗ്രി സെൽഷ്യസ് ആക്കി മാറ്റാൻ ചിലപ്പോൾ എത്രത്തോളം കിലോ ജോൾ ഓഫ് ഹീറ്റ് വേണ്ടി വരും. ഇപ്പോൾ 1000 കിലോ ജോൾ ഹീറ്റ് വേണ്ടി വരും വിചാരിക്കാം. ഓക്കെ, എന്നാൽ അതേ സമയത്ത് ഒരു 70 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടറിനെ ഇവിടെ പറഞ്ഞ പോലെ 100 ഡിഗ്രി സെൽഷ്യസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ അത്രയും 1000 കിലോ ജൂൾ ഹീറ്റിൻ്റെ ആവശ്യം ഉണ്ടായിരിക്കില്ല. ഇതിനേക്കാൾ കുറഞ്ഞ ഹീറ്റ് മതിയായിരിക്കും നമുക്ക് അതിനെ 100 ഡിഗ്രിയിലേക്ക് എത്തിക്കാനായിട്ട്. അതിൻ്റെ അർത്ഥം എന്താണ്, നമ്മൾ ഓൾറെഡി ഹോട്ടായിട്ടുള്ള വാട്ടർ നമ്മൾ ബോയിലറിലേക്ക് സപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബോയിലറിൻ്റെ വർക്ക് കുറയ്ക്കാൻ പറ്റും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മളിവിടെ റീജനറേഷനിൽ ബോയിലറിൻ്റെ വർക്കിനെ കുറയ്ക്കുകയാണ്. അപ്പോൾ എങ്ങനെ കുറയ്ക്കുന്നത്, ബോയിലറിലേക്ക് സപ്ലൈ ചെയ്യുന്ന വാട്ടർ നമ്മൾ എന്ത് ചെയ്യുക, ഓൾറെഡി ഹീറ്റ് ചെയ്യാം. അപ്പോൾ എങ്ങനെ ഹീറ്റ് ചെയ്യും, നമ്മൾ ആ വാട്ടർ ഹീറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അഡീഷണലായിട്ട് നമ്മൾ എക്സ്റ്റേണലായിട്ട് നമ്മൾ ഇൻപുട്ട് എനർജി കൊടുക്കാൻ പാടില്ല. അതായത് ഓൾറെഡി ഉള്ള എനർജി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്,
ബോയിലറിലേക്കുള്ള സപ്ലൈ വാട്ടറും നമ്മൾ ചൂടാക്കുകയാണ്. അതെങ്ങനെയാണ്? അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ ടർബൈൻ നമ്മൾ എന്ത് ചെയ്യാണ്, ടർബൈൻ ഒരു ബൈപ്പാസ് വഴി നമ്മൾ എന്ത് ചെയ്യാണ്, ആ സ്റ്റീമിനെ നമ്മൾ റീജനറേറ്ററിലേക്ക് പാസ് ചെയ്യിക്കുകയാണ്. അതായത് നമുക്കറിയാം, നമ്മൾ നേരത്തെ പഠിച്ച സൈക്കിൾ പ്രകാരം ബോയിലറിൽ നിന്ന് സ്റ്റീം ടർബൈനിലേക്ക് പോകും, ടർബൈനിൽ നിന്ന് കണ്ടൻസറിലേക്ക് പോകും, കണ്ടൻസർ വീണ്ടും ബോയിലറിലേക്ക് തന്നെ സപ്ലൈ ചെയ്യും. ഇതാണ് നമ്മുടെ സൈക്കിൾ. അപ്പോൾ ഈ കണ്ടൻസറിൽ നിന്ന് എക്സോസ്റ്റ് ചെയ്യുന്ന ആ വാട്ടർ എന്ത് ചെയ്യാണ്, വാട്ടർ നമ്മൾ പാസ് ചെയ്യിക്കുന്ന ഈ റീജനറേറ്ററിനകത്തേക്കാണ്, അല്ലെങ്കിൽ അതിൻ്റെ വേറെ പേര് ഹീറ്റ് എക്സ്ചേഞ്ചർ അല്ലെങ്കിൽ ഫീഡ് വാട്ടർ ഹീറ്റർ. അതായത് ഈ എക്സോസ്റ്റ് ചെയ്യുന്ന വാട്ടർ എന്ത് ചെയ്യാണ്, ഈ പോകുന്ന വഴിയിൽ വെച്ച് ഇവിടെ നിന്ന് വരുന്ന സ്റ്റീമുമായിട്ട് കോണ്ടാക്റ്റ് വരുന്ന എന്ത് ചെയ്യാണ്, ഈ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാണ്. ശേഷം എന്ത് ചെയ്യും, ഈ ടെമ്പറേച്ചർ കൂടിയ വാട്ടർ അല്ലെങ്കിൽ ഹോട്ട് വാട്ടർ എന്ത് ചെയ്യാണ്, ഈ പമ്പ് ഉപയോഗിച്ച് നമ്മൾ വീണ്ടും ബോയിലറിലേക്ക് സപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബോയിലറിൻ്റെ വർക്ക് നമുക്ക് കുറയ്ക്കാൻ പറ്റും. എന്തിനാണ് ബോയിലറിൻ്റെ വർക്ക് കുറയ്ക്കുന്നത് ആലോചിച്ച് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ബോയിലറിലാണ് പ്രധാനമായിട്ടും നമ്മൾ ഇൻപുട്ട് എനർജി കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു എനർജി അല്ലെങ്കിൽ ഫ്യൂൾ സപ്ലൈ കുറച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പ്ലാന്റ് എഫിഷ്യൻ്റായിട്ട് നമുക്ക് റൺ ചെയ്യിക്കാൻ പറ്റും, അല്ലെങ്കിൽ കുറഞ്ഞ ചിലവിൽ നമുക്ക് റൺ ചെയ്യിക്കാൻ പറ്റും. അവിടെ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ, റീജനറേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ബ്ലീഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സാണ് ചെയ്യുന്നത്. ബ്ലീഡിംഗ് എന്ന് പറഞ്ഞാൽ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ടർബൈനിൽ എന്ത് ചെയ്യണം, സ്റ്റീമിനെ നമ്മൾ ബൈപ്പാസ് ചെയ്യിക്കുകയാണ്. ഈ ഫീഡ് വാട്ടർ ഹീറ്ററിലേക്ക് ബൈപ്പാസ് ചെയ്യിക്കുമ്പോൾ ഇതിലൂടെ പാസ് ചെയ്യുന്ന വാട്ടർ എന്തായി മാറാണ്, സ്റ്റീമുമായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ ആ വാട്ടർ ഹീറ്റ് ആവുകയും ആ ഹോട്ട് വാട്ടറായിട്ട് കൺവേർട്ട് ചെയ്യുകയും ആ ഹോട്ട് വാട്ടറാണ് പിന്നെ ബോയിലറിലേക്ക് സപ്ലൈ ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ 25 ഡിഗ്രി സെൽഷ്യസുള്ള വാട്ടറിനെ 100 ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റാൻ എത്രത്തോളം ഹീറ്റ് വേണ്ടി വരുമോ, ഹീറ്റ് എനർജി വേണ്ടി വരുമോ, അത്രയും ഹീറ്റ് എനർജി എവിടെ വേണ്ടി വരില്ല, ഒരു 70 ഡിഗ്രി സെൽഷ്യസുള്ള വാട്ടറിനെ 100 ആക്കി മാറ്റാൻ വേണ്ടി ആവശ്യം ഉണ്ടായിരിക്കില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു സെൻസിലാണ് നമ്മളിത് മനസ്സിലാക്കിയേണ്ടത്. നമ്മൾ പറഞ്ഞു ഈ ടർബൈൻ നമ്മൾ എന്ത് ചെയ്യാണ്, സ്റ്റീമിനെ നമ്മൾ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് എന്ത് ചെയ്യാണ്, ഇവിടുന്ന് എക്സ്ട്രാക്ട് ചെയ്യാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന പ്രോസസ്സിൻ്റെ പേരാണ് ബ്ലീഡിംഗ് എന്നുള്ളത്. അതും നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ ചോദിക്കുന്നതാണ്, അതുപോലെ റീജനറേഷനും ചോദിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം മനസ്സിലാക്കി വെച്ചാൽ മതി. എന്താണ്, ഇവിടെ ബോയിലറിൻ്റെ വർക്ക് കുറയ്ക്കുകയാണ്. എങ്ങനെയാണ് ബോയിലറിൻ്റെ വർക്ക് കുറയ്ക്കുന്നത്, ബോയിലറേക്കുള്ള സപ്ലൈ എന്ത് ചെയ്യുക, വാട്ടർ സപ്ലൈ, ഹോട്ട് വാട്ടർ സപ്ലൈ ചെയ്യുക. എങ്ങനെ ഹോട്ട് വാട്ടർ സപ്ലൈ ചെയ്യുക, കണ്ടൻസറിൽ നിന്ന് കണ്ടൻസ് ചെയ്യുന്ന വാട്ടർ എന്ത് ചെയ്യുക, പോകുന്ന വഴിക്ക് പിടിച്ച് ചൂടാക്കുക. എങ്ങനെ ചൂടാക്കുന്നത്, നമ്മൾ ടർബൈനിൽ എക്സോസ്റ്റ് ചെയ്യുന്ന സ്റ്റീമിൻ്റെ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, അതിന് ചൂടാക്കുകയാണ്. അപ്പോൾ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് വേറെ എനർജി ഒന്നും കൊടുക്കുന്നില്ല. ഇവിടെ ഓൾറെഡി ഉള്ള സ്റ്റീം ഉപയോഗിച്ച് നമ്മൾ ചൂടാക്കുമ്പോൾ എന്തായിരിക്കും, വെള്ളം ചൂടായി ആ ചൂടുള്ള വെള്ളമാണ് പിന്നെ ബോയിലറിൽ സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എന്തായിരിക്കും, നമുക്ക് ബോയിലറിൽ പിന്നെ കുറച്ച് ഫ്യൂവലിൻ്റെ ആവശ്യം ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ബ്ലീഡിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നമ്മൾ ടർബൈനിൽ നിന്ന് ഇൻ്റർമീഡിയറ്റ് ആയിട്ട് സ്റ്റീമിനെ എക്സ്ട്രാക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് നമ്മൾ ബ്ലീഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇവിടെ റീജനറേഷനെ കുറിച്ചുകൂടെ പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് വായിച്ച് നോക്കാം. ഓക്കെ, 3 പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് അതിന് അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും പറയേണ്ടത് ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, ജസ്റ്റ് ഒന്ന് ക്ലാസ് പോസ് ചെയ്തിട്ട് വായിച്ച് നോക്കാം. ഇനി വീണ്ടും അത് വായിച്ച് പറയാതെ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിലുള്ളത്, നമ്മൾ ജസ്റ്റ് വായിച്ചാൽ മനസ്സിലാകും. ഓക്കെ, നമ്മൾ പറഞ്ഞു ബ്ലീഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ്ട്രാക്ഷൻ ഓഫ് സ്റ്റീമാണ് അല്ലേ. അതായത് ടർബൈനിൽ നിന്ന് എന്ത് നമ്മൾ ഇതേപോലെ ബൈപ്പാസ് ചെയ്യിക്കാൻ സ്റ്റീമിനെ എക്സ്ട്രാക്ട് ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ ബ്ലീഡിംഗ് ഓഫ് സ്റ്റീം എന്ന് പറയാം. അതിനെക്കുറിച്ച് ഇവിടെ പറഞ്ഞിട്ട് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് എക്സ്ട്രാക്ടിങ് സം ക്വാണ്ടിറ്റി ഓഫ് സ്റ്റീം ഫ്രം ദ ടർബൈൻ അറ്റ് ഇൻ്റർമീഡിയറ്റ് സ്റ്റേജസ് ആൻഡ് യൂസ് ഇറ്റ് ഫോർ വേരിയസ് പർപ്പസസ് അല്ലേ. വേരിയസ് പർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ആ വാട്ടറിനെ ഫീഡ് വാട്ടറിനെ ഹീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുകയാണ്. അതാണ് ഇവിടെ വേരിയസ് പർപ്പസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ സ്റ്റീം എക്സ്ട്രാക്റ്റഡ് ഈസ് ടേംഡ് ആസ് ബ്ലീഡ് അല്ലെങ്കിൽ ബ്ലീഡ് സ്റ്റീം. അപ്പോൾ എക്സ്ട്രാക്ട് ചെയ്യുന്ന സ്റ്റീമിൻ്റെ പേരാണ് ഒന്നുകിൽ ബ്ലീഡ് സ്റ്റീം അല്ലെങ്കിൽ നമുക്ക് വെറും ബ്ലീഡ് എന്ന് വിളിക്കാം. ദിസ് ബ്ലീഡ് സ്റ്റീം ഈസ് യൂസ്ഡ് ഫോർ ഫീഡ് വാട്ടർ റീഹീറ്റിംഗ്. അപ്പോൾ നമ്മൾ ഫീഡ് വാട്ടറിനെ റീഹീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഒരു ബ്ലീഡ് സ്റ്റീമാണ് യൂസ് ചെയ്യുന്ന കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ മൊഡ്യൂളിൽ നമുക്കിനി അടുത്ത വരുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഫ്യൂവൽസിനെ കുറിച്ചാണ്. ഓക്കെ, വളരെ എളുപ്പമുള്ള ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.